പേര് സബിൽ മോഹൻ, ടാറ്റു ഇൻഡസ്ട്രിയിലാണ്. നല്ല പൊളിച്ച് ജീവിക്കുകയായിരുന്നു, കുറേ ബിസിനസ് ചെയ്യുമായിരുന്നു. പൊളിഞ്ഞ് പാളീസായി, ഫ്രണ്ട്സും ഇല്ല, വീട്ടുകാരും ഇല്ല, നാട്ടുകാരും ഇല്ല, ഒറ്റയ്ക്കായി. ഉള്ളൊരു ഇഷ്ടപ്പെട്ടൊരു സ്കില്ലായിരുന്നു ടാറ്റു. അതുമ്പോൾ പിടിച്ചു, അതിന്ന് പൈസ ഉണ്ടാക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇനി ഞാനൊരു സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ അത് 1000 കോടിയാണോ 40,000 കോടിയാണോ അതിലേക്ക് ഇറങ്ങുമ്പോൾ ഇനി ഞാൻ പഠിച്ചിട്ട് ഇറങ്ങും. ഞാൻ 2018 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും അതുവരെ ഉണ്ടായിരുന്ന ആരുമില്ല, അതുവരെ ഉണ്ടായിരുന്ന ഒരു കഥകളുമില്ല. ആൻഡ് എൻ്റെ മുകളിൽ ഒരാളുണ്ട് എന്നുള്ള ഒരു സ്റ്റാർട്ട് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ലീവ് എടുക്കുമ്പോൾ എനിക്ക് പേടിയാണ്, വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് പേടിയാണ്. എന്നാൽ ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് എൻ്റെ സ്റ്റുഡിയോ. എൻ്റെ ഒപ്പം വേറൊരു ആർട്ടിസ്റ്റ് വന്നു, അപ്പോഴും എനിക്ക് പേടിയാണ്. അവിടെ സ്റ്റാർട്ട് ചെയ്തു എൻ്റെ മുകളിൽ ഒരാളുണ്ട് എന്നുള്ളത്. പല ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തു, കുറേ കാര്യങ്ങൾ ചെയ്തു. എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരാൾ ഞാൻ കണക്ട് ചെയ്തപ്പോൾ നിയാസ് ഭായ് തന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട കോച്ച് അരുൺ സാറിനെ കണ്ട പിറ്റത്തെ മാസം മുതൽ ഞാൻ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടില്ല. സീരിയസ്ലി ഒരു ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്തിട്ടില്ല, ഒരു കമ്മ്യൂണിറ്റിയിൽ ഞാൻ മെമ്പറായിട്ടില്ല. അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് മനസ്സിലായി എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ, എന്നെ പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരാളുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ, ഇത് എവിടെ എനിക്ക് പറയാൻ പറ്റും. കാരണം ഇതാണ് ഞാൻ ആ ഡിസിപ്ലിൻ, ഞാനതെല്ലാം അന്ന് മുതലേ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഡയറക്ഷൻ ഇല്ലായിരുന്നു, ഡാറ്റയും ഡിസിപ്ലിനിലും ഞാൻ അന്നും വർക്ക് ചെയ്തിരുന്നു. ഇന്ന് ഞാൻ ഡിസിപ്ലിൻ പഠിക്കുന്നത് പുതിയ കാര്യങ്ങൾ, അതായത് ഈ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യണമെങ്കിൽ കുറേ ഡിസിപ്ലിൻസ് വേണം. ഡിസിപ്ലിൻ നമുക്ക് പറയാം, എന്ത് ഡിസിപ്ലിൻ. സോ ഈ ഡിസിപ്ലിൻ എടുത്തുകൊണ്ട് ഞാൻ ആ ടാർഗറ്റുകൾ, ഗോളുകൾ അച്ചീവ് ചെയ്യാനുള്ള യാത്രയിൽ ഇദ്ദേഹത്തെ കണ്ടു, ഇദ്ദേഹത്തിൻ്റെ ടീമിനെ കണ്ടു, 11X കമ്പനീനെ കണ്ടു. ആ കമ്പനി എന്നോട് പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ, പേടിയിലല്ല, ആ സന്തോഷമാണ് എന്നെ ഡ്രൈവ് ചെയ്യുന്ന ഫാക്ടർ.